മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. വചനം ധ്യാനിക്കുമ്പോ ഹല്ലേലൂയ. മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. 104-ാം സങ്കീർത്തനം 33-ാം തിരുവാക്യം. എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ കർത്താവിനെ കീർത്തനം പാടും. സങ്കീർത്തകനായ ദാവീദിന്റെ ഉറച്ച തീരുമാനമായിരുന്നു ഇത്. എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ കർത്താവിനെ കീർത്തനം പാടും. ദാവീദിന്റെ വിജയ രഹസ്യം ഇതായിരുന്നു. തൻ്റെ ജീവിതം മുഴുവൻ ദൈവസ്തുതിയായിരുന്നു. ദാവീദ് നമ്മോട് പറയാണ്, എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ കർത്താവിനെ കീർത്തനം പാടും. ഈ വചനം നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുത്ത് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കാം. ഇന്ന് നിയോഗമായി നമ്മൾ പ്രാർത്ഥിക്കുന്നത് അകാരണമായി പീഡിപ്പിക്കപ്പെട്ടത് മൂലം തകർന്നിരിക്കുന്ന ജീവിതങ്ങൾക്ക് വേണ്ടിയാണ്. എന്തുമാത്രം വ്യക്തികളാണ് മാനസികമായി തകർന്ന് ചെയ്യാത്ത കുറ്റത്തിന്, പറയാത്ത കാര്യങ്ങൾക്ക് വേദനിപ്പിക്കപ്പെട്ട് മുറിവേറ്റിരിക്കുന്നത്. കർത്താവിന്റെ മഹത്വം 10,000-ങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന കൃപയുടെ സമയമാണിത്. പ്രിയ സഹോദര സഹോദരി, ഹൃദയം തുറന്ന് കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് നിലവിളിച്ചു പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. ആയിരിക്കുന്നിടത്ത് വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങളെ സൗഖ്യമാക്കണമേ. അകാരണമായി പീഡിപ്പിക്കപ്പെട്ടത് മൂലം തകർന്നിരിക്കുന്ന ആയിരങ്ങളെ ബലപ്പെടുത്തണമേ. പ്രത്യാശയാൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ അടിച്ച് ആത്മാവിൽ നിറഞ്ഞ് നമ്മൾ പാടി പ്രാർത്ഥിക്കുകയാണ്. ഹൃദയത്തിന്റെ സകല ഭാരങ്ങളെ വിട്ടുകളഞ്ഞ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമുക്ക് കർത്താവിനെ ആരാധിക്കാം. ഇത് ദൈവകൃപയുടെ സമയമാണ്. ദൈവത്തിന്റെ ആത്മാവ് നിറഞ്ഞൊഴുകുകയാണ്. കൃപാവരങ്ങളുടെ നദിയായി, അനുഗ്രഹത്തിന്റെ നദിയായി, ആനന്ദത്തിന് നദിയായി, അഭിഷേക നദിയായി 10,000-ങ്ങളിലേക്ക് നിറഞ്ഞൊഴുകുന്ന സമയം. എല്ലാം മറന്ന് നമ്മൾ പാടി ആരാധിക്കുന്നു. ഈയൊരായുസേ നമുക്കുള്ളു സോദര, ദൈവത്തെ ആരാധിക്കാൻ. ഈയൊരായുസേ നമുക്കുള്ളു സോദരി, ദൈവത്തിനായി ജീവിക്കാൻ. ആ ബോധ്യത്തോടെ പാടിക്കേ. കർത്താവേ പ്രവർത്തിക്കണമേ. 10,000-ങ്ങൾ അഭിഷേകം ചെയ്യണമേ. ദുഃഖത്തിന്റെ കെട്ടുകളെ പൊട്ടിക്കണമേ. നിരാശയുടെ ബന്ധനങ്ങളെ തകർക്കണമേ. യേശുവേ, പാടാം നമ്മെ മറന്നു നമ്മൾ, സ്തുതിക്കാം യേശുനാഥനെ. കർത്താവേ പ്രവർത്തിക്കണമേ. അനേക ഹൃദയങ്ങളെ തുറക്കണമേ. നിരാശപ്പെടാൻ കാര്യം 10 ഉണ്ടെങ്കിൽ
ആനന്ദിക്കാനുള്ളതായിരങ്ങൾ. കർത്താവേ, ഈ ബോധ്യത്താൽ 10,000 നിറയ്ക്കണമേ. ലോർഡ് ബ്ലെസ്. കരഞ്ഞെന്തിനായുസ് പാഴാക്കുന്നു, സ്തുതിച്ചു നിൻ വിശ്വാസം വെളിവാക്കിടുക. വിശ്വാസം വർദ്ധിപ്പിക്കണമേ കർത്താവേ, നിരാശ മാറ്റണമേ. കരങ്ങൾ ഉയർത്തിയടിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഭിഷേകത്തോടെ ആത്മാവിൽ നിറഞ്ഞ് തുള്ളിച്ചാടി കരങ്ങൾ താഴ്ത്തിയടിച്ച് ഈ ഒരായുസേ നമുക്കുള്ളു സോദര, ദൈവത്തെ ആരാധിക്കാൻ. ഈ ഒരായുസേ നമുക്കുള്ളു സോദരി, ദൈവത്തിനായി ജീവിക്കാൻ, ദൈവത്തിനായി ജീവിക്കാൻ. ആ തീരുമാനത്തോടെ പാടിയേ. എന്തൊക്കെ സംഭവിച്ചാലും ദൈവത്തിനായി ജീവിക്കാൻ. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മെ അനുഗ്രഹിക്കുന്ന, നമ്മെ സുഖപ്പെടുത്തുന്ന കർത്താവിന്റെ നാമം വിളിച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനായ കർത്താവേ, അവിടുത്തെ അത്ഭുത കൃപകളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ. എല്ലാ ശുശ്രൂഷകളെയും അവിടുത്തെ ഏറ്റെടുത്ത് നിയന്ത്രിക്കണമേ. ഓരോ വ്യക്തിയും അഭിഷേകം ചെയ്യണമേ. 10,000 കത്തിപ്പെടണമേ. സൗഖ്യത്തിന്റെ ആത്മാവായി, കൃപയുടെ ആത്മാവായി, വിടുതലിന്റെ ആത്മാവായി, സ്നേഹത്തിന്റെ ആത്മാവായി, പ്രത്യാശയുടെ ആത്മാവായി ആയിരങ്ങളിലേക്ക് നിറഞ്ഞൊഴുകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപശക്തികള് യേശുവിന്റെ നാമത്തിൽ നിർവീര്യമാകട്ടെ. രോഗക്കെട്ടുകള് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ശാപബന്ധനങ്ങള് യേശുവിന്റെ നാമത്തിൽ തകർക്കപ്പെടട്ടെ. കർത്താവേ, ഞങ്ങളുടെ ജനത്തെ അനുഗ്രഹിക്കണമേ. ഇവിടെ ആവശ്യങ്ങൾ ആശീർവദിക്കണമേ. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന 10,000 കണ്ണീര് കണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളെ സൗഖ്യമാക്കിയ സ്നേഹത്തെ ഓർത്ത്, ഞങ്ങളെ വിശുദ്ധീകരിച്ച കൃപയോർത്ത്, ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഉലാത്തിയ വൻ കൃപയോർത്ത് കർത്താവെ ഞങ്ങൾ സ്തുതിക്കുന്നു. താങ്ക് യു, താങ്ക് യു ലോർഡ്. ഈ മണിക്കൂറുകളിൽ ഞങ്ങളോട് സംസാരിക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ അമ്മേ, ഞങ്ങളെല്ലാവരും കർത്താവിൻ്റെ വചനത്താൽ സൗഖ്യമുള്ളവരാകുവാൻ ഞങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രത്യാശയുള്ളവരാകാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് ദ്രോഹിക്കപ്പെടുമ്പോൾ നിരാശിതരാകരുത്. ദ്രോഹിക്കപ്പെടുമ്പോൾ നിരാശിതരാകരുത്. ഇന്ന് അനേകരുടെ തകർച്ചയ്ക്കും അവർ അനുഭവിക്കുന്ന ദുഃഖദുരിതങ്ങൾക്കും കാരണം ദ്രോഹിക്കപ്പെട്ടപ്പോൾ അവരുടെ മനസ്സിനേറ്റ മുറിവുകളാണ്. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾക്കത് മറക്കാൻ പറ്റുന്നില്ല, അതുപോലെ ഞങ്ങൾ വേദനിച്ചു, ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നിട്ടും ഇതുപോലെ പീഡിപ്പിച്ചുവല്ലോ. മറക്കാൻ കഴിയാതെ, പൊറുക്കാൻ പറ്റാതെ മനസ്സിൻ്റെ ചില നൊമ്പരങ്ങളുമായി ജീവിക്കുന്ന 10,000 നമ്മുടെ ഇടയിലുണ്ട്. ദ്രോഹിക്കപ്പെടുമ്പോൾ ഒരു വിശ്വാസി സ്വീകരിക്കേണ്ട നിലപാടാണ് ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ കർത്താവിൻ്റെ ആത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 27-ാം തിരുവചനം. എൻ്റെ വാക്ക് ശ്രവിക്കുന്ന നിങ്ങളോടും ഞാൻ പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുക, നിങ്ങളെ ദേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുക. ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ്
എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? ഇത് കർത്താവിന്റെ ശബ്ദമാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു. എന്താണ് പറയുന്നത്? ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ദ്രോഹിക്കുന്നവരെ, നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ സ്നേഹിക്കുവിൻ, ദേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ. ലോകത്തിന് ഈ ഭാഷ മനസ്സിലാവുകയില്ല. കർത്താവിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞ ദൈവമക്കൾക്ക് മാത്രമാണ് ഈ വചനത്തിൻ്റെ പൊരുൾ വേണ്ട വിധം ഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ. ദേഷിക്കുന്നവരെ, ഉപേക്ഷിക്കുന്നവരെ, അന്യായമായി ദ്രോഹിക്കുന്നവർക്ക് നന്മ ചെയ്യുക. ഇത് കർത്താവിൻ്റെ അടിസ്ഥാന പ്രബോധനമാണ്. ഒരു വിശ്വാസി വേരുറപ്പിക്കേണ്ടത് ഈ പ്രബോധനത്തിലാണ്. കർത്താവിൻ്റെ മക്കൾ ദ്രോഹങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവം എന്താണ്? പൂർവ്വപിതാവായ ഇസഹാക്കിൻ്റെ ജീവിതത്തിലൂടെയാണ് ഈ മെസ്സേജ് പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത്. ഇസഹാക്കിൻ്റെ ജീവിതം എന്താ നമ്മോട് പറയുന്നത്? ഒരുപാട് പ്രതിസന്ധികളെ നേരിട്ട ഒരു വ്യക്തിയായിരുന്നു ഇസഹാക്ക്. അധികം പേരും തന്നെ മനസ്സിലാക്കിയില്ല. താൻ പലപ്പോഴും ഒറ്റപ്പെട്ടു. അനേകരാൽ അവൻ ഉപേക്ഷിക്കപ്പെട്ടു. പലപ്പോഴും തൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്ന സമാധാനത്തെ തകർക്കുന്ന വിധത്തിൽ പ്രതിസന്ധികൾ അവനെ വരിഞ്ഞു മുറുക്കി. എന്നാൽ ഇതിൻ്റെ നടുവിൽ ഇസ്ഹാക്ക് എടുത്ത നിലപാട്, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് വലിയൊരു വെല്ലുവിളിയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 26-ാം അധ്യായത്തിലൂടെയാണ് നമ്മളിത് കാണുന്നത്. 1-ാമത്തെ തിരുവാക്യം, അബ്രഹാമിൻ്റെ കാലത്തിന് പുറമെ മറ്റൊരു ക്ഷാമം ആ നാട്ടിലുണ്ടായി. കടുത്ത ക്ഷാമമാണ്. ഈ ക്ഷാമത്തിൻ്റെ നാളുകളിൽ ഇസഹാക്ക് ഗരാറിൽ രാജാവായ അബിമലേക്കിനടുത്തേക്ക് പോയി. 2-ാം വചനം, കർത്താവ് അവന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ഇസഹാക്കേ, നീ ഈജിപ്തിലേക്ക് പോകരുത്. ഞാൻ പറയുന്ന നാട്ടിൽ തന്നെ നീ പാർക്കണം. ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഇത് ദൈവമായ കർത്താവ് അവന് കൊടുത്ത ഉടമ്പടിയാണ്. ഞാൻ നിന്നോടൊപ്പമുണ്ട്. ഞാൻ നിന്നെ അനുഗ്രഹിക്കും. കർത്താവിൻ്റെ ശബ്ദം കേട്ട് ആ കടുത്ത ക്ഷാമത്തിന് നാളുകളിൽ അവൻ ഗരാറിൽ തന്നെ താമസിച്ചു. ഉൽപ്പത്തിയുടെ പുസ്തകം 26-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വചനങ്ങൾ. ആ നാട്ടിൽ അവൻ കൃഷി ഇറക്കുകയാണ്. കടുത്ത ക്ഷാമത്തിൻ്റെ നാളുകളിൽ ബുദ്ധിയുള്ള ആരും കൃഷി ഇറക്കില്ല. കാരണം എല്ലാം പരാജയപ്പെട്ടു പോകും. എന്നാൽ ദൈവശബ്ദം കേട്ട് ആ ക്ഷാമത്തിൻ്റെ നാളുകളിൽ അവൻ കൃഷി ഇറക്കി. ഞാൻ ആത്മാവിൽ പറയട്ടെ, ഏത് ക്ഷാമത്തിൻ്റെ അവസ്ഥയിലും, എത്രമാത്രം വലിയ പ്രതിസന്ധിയുടെ നടുവിലും താൻ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി, താൻ അനുസരിക്കുന്നവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കർത്താവിന് കഴിയും. അവിടുന്ന് സർവശക്തനായ ദൈവമാണ്. സാഹചര്യങ്ങളിലേക്ക് നോക്കാതെ, നാട്ടുകാരെന്താ പറയുന്നത് ഇത് ശ്രദ്ധിക്കാതെ, ദൈവശബ്ദത്തിന് കീഴ്പ്പെട്ട് ഇസഹാക്ക് കൃഷി ഇറക്കി. വചനം സാക്ഷ്യപ്പെടുത്തുന്നു, ആ ക്ഷാമത്തിന്റെ നാളുകളിൽ അവന് 100 മേനി വിളവുണ്ടായി. ഇതാണ് ദൈവപ്രവൃത്തി. നമ്മൾ ആരും അസ്വസ്ഥരാകരുത്. എന്തുമാത്രം പ്രതിസന്ധിയിലും പ്രതികൂലത്തിലും നമ്മൾ ജീവിക്കുന്നവരാണെങ്കിലും കർത്താവിൻ്റെ ശബ്ദം കേട്ട് അതിനനുസൃതമായി നമ്മുടെ ജീവിതത്തെ നമ്മൾ ചിട്ടപ്പെടുത്തുമ്പോൾ അത്ഭുതത്തിൻ്റെ കവിഞ്ഞൊഴുക്കുണ്ടാകും. വചനം പറയാണ്, അവൻ വലിയ സമ്പന്നനായി. ഇസഹാക്ക് അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടേയിരുന്നു. ധാരാളം ആടുമാടുകളും പരിചാരകരൊക്കെ അവനുണ്ടായി. അവർ വലിയ സമ്പന്നനായപ്പോൾ 15-ാമത്തെ വാക്യം, തൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ വേലക്കാർ കുഴിച്ച കിണറുകളെല്ലാം അസൂയ മൂത്ത് ഫിലിസ്ത്യർ വന്ന് മണ്ണിട്ട് മൂടിക്കളയുകയാണ്. രാജാവായ അബിമേലെക്ക് ഇസഹാക്കിനോട് പറയും, നീ ഞങ്ങളെക്കാൾ ശക്തനായി തീർന്നിരിക്കുന്നു.
ഞങ്ങളുടെ നാട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് നീ വിട്ടുപോവുക. പ്രിയപ്പെട്ടവരെ, വല്ലാത്തൊരു പ്രതിസന്ധിയുടെ നടുവിൽ ഇസഹാക്ക് വരികയാണ്. നമ്മൾ ചിന്തിക്കും കിണറ് കുഴിച്ച് മൂടിയതാണ് ഇത്രയും വലിയ കാര്യമെന്ന്. ആ നാളുകളിൽ അതിന് വലിയ പ്രാധാന്യതയുണ്ട്. ഈ കാലഘട്ടത്തിലും ഇതിന് പ്രാധാന്യമുണ്ട്. കാരണം നമ്മുടെ ജീവന്റെ നിലനിൽപ്പിന് ഏറ്റവും ആവശ്യമായ ഒന്നാണ് വെള്ളം. ധാരാളം മൃഗങ്ങളുണ്ട്, കൃഷിയിടങ്ങളുണ്ട്. തൻ്റെ കുടുംബത്തിൻ്റെ ജീവനെ തന്നെ വെള്ളം ആവശ്യമാണ്. ഇനി അവിടെ തുടരാൻ കഴിയാത്ത വിധം ഒരു വലിയ പ്രതിസന്ധിയുടെ നടുവിൽ ഇസഹാക്ക് നിൽക്കുക. ഈ കിണറുകളെല്ലാം ഇസഹാക്കിന്റെ അവകാശമാണ്. എന്നാൽ അബീമേലെക്ക് പറഞ്ഞു, നീ ഇവിടെ നിന്ന് വിട്ടുപോവുക, നിന്നെ കണ്ടുപോകരുത്. ആ കിണറുകളെല്ലാം അവർ മണ്ണിട്ട് മൂടി. 17-ാമത്തെ വാക്യം, എൻ്റെ പ്രിയപ്പെട്ടവരെ, സാധിക്കുന്ന വിശുദ്ധ ബൈബിൾ എടുത്ത് ആ വചനം നിങ്ങൾ ഒരുമിച്ച് വായിക്കണം. ഇസ്ഹാക്കിന് വേണമെങ്കിൽ അബീമേലെക്കിനോട് തർക്കിക്കാം. അത് എൻ്റെ അവകാശത്തിലുള്ള കിണറാണ്, അതെനിക്ക് അവകാശപ്പെട്ടതാണ്, എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ നീ ആരാണ് എന്നൊക്കെ പറഞ്ഞ് തട്ടിക്കേറാം, ബഹളമുണ്ടാക്കാം, വഴക്കുണ്ടാക്കാം, ബഹളം വയ്ക്കാം. വേണമെങ്കിൽ തൻ്റെ ഭാഗത്താണ് ന്യായം എന്ന് പറഞ്ഞ് കേസ് കൊടുക്കാം. എന്നാൽ ഈ പ്രതിസന്ധിയിൽ താൻ അന്യായമായി ദ്രോഹിക്കപ്പെട്ടപ്പോൾ ഇസഹാക്ക് എടുത്ത നിലപാട് 17-ാമത്തെ വചനം, ഇസഹാക്ക് അവിടെ നിന്ന് പോയി. ഇസഹാക്ക് അവിടെ നിന്ന് പോയി ഗരാറിന്റെ താഴ്വരയിൽ കൂടാരമടിച്ചു. അവൻ ബഹളത്തിന് നിന്നില്ല, വഴക്കുണ്ടാക്കാൻ, അസ്വസ്ഥയുണ്ടാക്കാൻ മുതിരാതെ ശാന്തനായി എളിമപ്പെട്ട് ഗരാറിന്റെ താഴ്വരയിൽ കൂടാരമടിക്കുകയാണ്. 18-ാമത്തെ വാക്യം, തൻ്റെ പിതാവിൻ്റെ കാലത്ത് കുഴിച്ച തനിക്ക് പിതൃസ്വത്തായി ലഭിച്ച കിണറുകൾ, അതും ഫിലിസ്തീന് മണ്ണിട്ട് മൂടിയിരുന്നു. എന്നാൽ ആ കിണർ അവൻ വീണ്ടും കുഴിക്കാൻ തുടങ്ങി. ആ കിണർ കുഴിച്ചു. ആ കിണറുകൾക്ക് തൻ്റെ പിതാവായ അബ്രഹാം നൽകിയിരുന്ന പേരുകൾ തന്നെ അവൻ വീണ്ടും നൽകുകയാണ്. താഴ്വരയിൽ ഈ കിണർ കുഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ധാരാളം വെള്ളം കിട്ടുകയാണ്. ഈ വെള്ളം കണ്ടപ്പോൾ ഗരാറിൽ ഇടയന്മാർ വന്നിട്ട് പറഞ്ഞു, ഇത് ഞങ്ങളുടെ കിണറാണ്, ഇത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞ് ആ കിണറുകളെ ചൊല്ലി തർക്കമുണ്ടാവുകയാണ്. ഈ സമയത്ത് ഇസഹാക്ക് എന്താ ചെയ്തത്? ഞാൻ എവിടെ പോയാലും, ഞാൻ എന്ത് ചെയ്താലും, എനിക്ക് ഈ ഗതികേടാണ് സംഭവിച്ചെന്ന് പറഞ്ഞ് അവൻ തല തല്ലി മരിക്കുകയല്ല ചെയ്തത്. സാഹചര്യങ്ങളെ പഴി പറഞ്ഞ് നിരാശപ്പെടുകയല്ല ചെയ്തത്. ഇസഹാക്ക് എന്താ ചെയ്തത്? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. തൻ്റെ അപ്പന്റെ സ്വത്തായി ഇത്, തനിക്ക് പിതൃസ്വത്തായി ലഭിച്ച അവകാശം. ഈ അവകാശത്തിന്മേലാണ് ഗരാറിലുള്ള ഇടയന്മാരെ ഇപ്പോൾ അവരുടെ അവകാശം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇസ്ഹാക്കിന് വേണമെങ്കിൽ അവരെ എതിർക്കാം. ഇഷ്ടം പോലെ പരിചാരകരുണ്ട്. ആ ഇടയന്മാരെ വേണമെങ്കിൽ കൊന്നുകളയാം, അവരെ നശിപ്പിക്കാം. എന്തും ചെയ്യാനുള്ള കാര്യപ്രാപ്തി ഇസഹാക്കിനുണ്ട്. എന്നാൽ താൻ ദ്രോഹിക്കപ്പെട്ടപ്പോൾ, താൻ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ഇസഹാക്ക് എടുത്ത നിലപാട്, ആ ഇടയന്മാരോട് ബഹളം വെക്കാതെ, അവർക്കെതിരെ ചീത്തയും തെറിയും വിളിക്കാതെ അവൻ നിശബ്ദനായി അവിടെ നിന്ന് മാറിപ്പോവുകയാണ്. ആ സ്ഥലത്തിന് അവൻ എസേക്ക് എന്ന് പേരിടും. വീണ്ടും ഇസഹാക്ക് കിണറുകൾ കുഴിക്കുകയാണ്. ഇത് കിണറുകൾ കുഴിക്കുന്ന ചരിത്രമാണ് ഈ അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നത്. വചനത്തിൻ്റെ വലിയ മർമ്മങ്ങളാണ് ദൈവാത്മാവ് നമുക്ക് പറഞ്ഞു തരുന്നത്. അവൻ വീണ്ടും കിണർ കുഴിക്കുക. ഞാൻ ചിന്തിച്ച് ഈ വചനം വായിച്ചപ്പോൾ, ഞാനാണെങ്കിൽ നിരാശപ്പെട്ട് ഇനി എന്തിനതൊക്കെ ചെയ്യാൻ പോണത്, ചെയ്തിട്ട് ഇതല്ലേ ലഭിച്ചെന്ന് പറഞ്ഞ് മനോഭാരത്താൽ അതോടുകൂടെ ആകെ അസ്വസ്ഥനായി ഇതെല്ലാം വിട്ടെറിഞ്ഞു പോകും. ഇന്ന് അനേകർ ദുഃഖിതരായിരിക്കുന്നതിന് കാരണം, ഇന്ന് അനേകം വ്യക്തികൾ നിരാശപ്പെട്ട് മനോഭാരത്തോട് ജീവിക്കുന്നതിന് കാരണം ചില തിക്താനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചപ്പോൾ, അന്യായമായി അവർ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ, ഒരു തെറ്റും ചെയ്യാതെ ദ്രോഹിക്കപ്പെട്ടപ്പോൾ അവർ ആകെ തകർന്നു പോയി. ഇതുപോലെ തകർന്ന ആയിരങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലില്ലേ? നമ്മുടെ കുടുംബങ്ങളിലില്ലേ? ഇതുപോലെ വേദനിക്കുന്ന 10,000 നമ്മുടെ സമൂഹങ്ങളിലില്ലേ?
പ്രിയ സഹോദര സഹോദരി, ഇത് നമുക്കുള്ള കർത്താവിൻ്റെ ശബ്ദമാണ്. ഇത് നമുക്കുള്ള സ്വർഗത്തിൻ്റെ ദൂതാണ്. സകല നിരാശകളെയും വിട്ടുകളഞ്ഞ് ഒരു പുത്തൻ പ്രത്യാശയോടെ ദൈവം നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകും. കർത്താവ് അനുഗ്രഹിക്കും. ഞാൻ വിശ്വസിക്കുന്നു. എന്തുകൊണ്ടാണ് ഇസഹാക്ക് ഈ പ്രതിസന്ധിയിലെല്ലാം തളർന്നു പോകാതെ പ്രത്യാശയോടെ മുന്നേറാൻ കഴിഞ്ഞത്? കർത്താവ് അവനോട് പറഞ്ഞിരുന്നു, ഇസഹാക്കേ, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യും. ഈ ദൈവ ശബ്ദമാണ് ഈ പ്രതിസന്ധിയിലും താൻ ദ്രോഹിക്കപ്പെട്ടപ്പോഴെല്ലാം അവനെ ശക്തിപ്പെടുത്തിയത്. ഇസ്ഹാക്ക് വീണ്ടും എന്താ ചെയ്യുന്നത്? വീണ്ടും അവൻ കിണർ കുഴിച്ചു. ആ കിണറിന്റെ മേൽ വീണ്ടും കുറെ വ്യക്തികൾ വന്ന് അവകാശവാദം മുഴക്കുകയാണ്. അവൻ അത് ഇട്ടെറിഞ്ഞും അവരോടും ബഹളം വെക്കാതെ, അവരോടും തട്ടിക്കയറാതെ അതും അവർക്ക് വിട്ടുകൊടുത്തു. അപ്പൊ ചിലർ ചിന്തിക്കുക, എൻ്റെ സഹോദര, ഇത് പ്രസംഗിക്കാൻ എളുപ്പമാണ്, കേട്ടുകൊണ്ടിരിക്കാനും നല്ല ഒരു രസമായിട്ട് തോന്നുന്നുണ്ട്. എന്നാൽ ഈ ലോകത്തിൽ ഇങ്ങനെ ജീവിക്കാൻ പറ്റുമോ? ഈ ലോകത്തിന്റെ വ്യവസ്ഥിതിയിൽ ഇതൊക്കെ ഫോളോ ചെയ്യാൻ നമുക്ക് സാധിക്കുമോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് പ്രവർത്തിക്കുന്നവരെ നോക്കി ലോകം മണ്ടനെന്നും പൊട്ടനെന്നും വിളിക്കും. അതുകൊണ്ടാണ് കർത്താവിന്റെ പ്രബോധനം ഇന്ന് അനേകർക്ക് സ്വീകരിക്കാൻ കഴിയാതെ പോകുന്നത്. എന്നാൽ ഇവിടെയാണ് യഥാർത്ഥ അനുഗ്രഹമുള്ളത്. ഇവിടെയാണ് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. ഇതൊക്കെ അറിയുന്ന കാണുന്നൊരു ദൈവം സ്വർഗത്തിലുണ്ട്. ഞാൻ ആത്മാവിൽ പറയട്ടെ, കർത്താവിന്റെ കമ്പ്യൂട്ടറിൽ ഇതെല്ലാം റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. വീണ്ടും ഇസഹാക്ക് പ്രത്യാശയോടെ മറ്റൊരു കിണർ കുഴിച്ചു. ആ കിണറിന്റെ മുകളിൽ ആരും അവകാശവാദം പറഞ്ഞു വന്നില്ല. ഇസഹാക്കും തൻ്റെ ഭൃത്യന്മാരും ഒരുമിച്ച് കർത്താവിനെ ആരാധിച്ചുകൊണ്ട് ആ സ്ഥലത്തിന് റഹോബോത്ത് എന്ന് പേരിട്ടു. കർത്താവ് ഞങ്ങൾക്ക് ഇടം തന്നിരിക്കുന്നു, ഈ സ്ഥലത്ത് ഞങ്ങൾ സമൃദ്ധിയുള്ളവരാകും. റഹോബോത്ത്. അവിടെ വെച്ച് ഒരു ബലിപീഠം നിർമ്മിച്ച് ഇസഹാക്ക് കർത്താവിനെ ആരാധിക്കുകയാണ്. 26-ാമത്തെ വചനം. രാജാവായ അബിമലേക്കും അവൻ്റെ ഏതാനും സുഹൃത്തുക്കളും വന്ന് ഇസഹാക്കിനോട് പറയും, ഞങ്ങൾക്ക് നീയുമായി സമാധാന ഉടമ്പടി ഉണ്ടാക്കണം. ഇസഹാക്ക് അവരോട് പറയും, ഒരു ദ്രോഹവും ചെയ്യാതെ നിങ്ങളുടെ നാട്ടിൽ നിന്ന് നിങ്ങൾ എന്നെ പുറത്താക്കിയതല്ലേ, നിങ്ങൾ എന്തിനാ ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്? ഈ സമയത്ത് രാജാവായ അബിമലേക്ക് പറയുകയാണ്, കർത്താവ് നിന്റെ കൂടെയുണ്ടെന്നും നീ അനുഗ്രഹീതനാണെന്നും ഞങ്ങൾക്കറിയാം. നീ ഞങ്ങളെ വിട്ടുപോകരുത്, നീ ഞങ്ങളെ ഉപദ്രവിക്കരുത്. നമുക്ക് തമ്മിൽ പരസ്പരം സമാധാന ഉടമ്പടി ഉണ്ടാകാം. സ്നേഹത്തിൽ ആഴപ്പെടുന്ന ജീവിതങ്ങളിൽ ഇതുപോലെയാണ് കർത്താവ് പ്രവർത്തിക്കുന്നത്. ശത്രുതയുടെ കെട്ടുകൾ പൊട്ടി അബിമേലേക്ക് വന്ന് പറയാ, കർത്താവ് നിന്നോട് കൂടെയുണ്ട്. എന്താ കാരണം? പരാതികളില്ലാതെ, പരിഭവങ്ങളില്ലാതെ തന്നെ ദേഷിച്ചവരെ സ്നേഹിക്കുന്ന ഇസഹാക്കിനെയാണ് ദൈവത്തിന്റെ വചനം നമുക്ക് കാണിച്ചു തരുന്നത്. അവൻ സ്നേഹത്തിൽ വ്യാപൃതനായപ്പോൾ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. അബിമേലെക്കും ഇസഹാക്കും തമ്മിൽ ഒരു സമാധാന ഉടമ്പടി ഉണ്ടാക്കി. അവർ ആഹാരം കഴിച്ച് കർത്താവിൽ ആനന്ദിക്കുന്ന ചിത്രമാണ് പിന്നീട് കാണാൻ കഴിയുന്നത്. ഈ സമയത്ത് അവിടെ മറ്റൊരു അത്ഭുതമുണ്ടായി. ഇസഹാക്കിന്റെ ഭൃത്യന്മാർ മറ്റൊരു കിണർ കുഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ സന്തോഷത്തോടെ ഓടി വന്ന് ഇസഹാക്കിനോട് പറയും, ധാരാളം വെള്ളം കിട്ടിയിരിക്കുന്നു, ധാരാളം വെള്ളം കിട്ടിയിരിക്കുന്നു. അനുഗ്രഹത്തിന്റെ കിണറായി കർത്താവ് അതിനെ മാറ്റുകയാണ്. എന്താണ് ഇസഹാക്കിന്റെ വിജയരഹസ്യം? താൻ ദ്രോഹിക്കപ്പെട്ടപ്പോൾ താൻ സ്വീകരിച്ച നിലപാട്. പരാതികളില്ലാതെ, പരിഭവങ്ങളില്ലാതെ, നിരാശപ്പെടാതെ, മനസ്സ് മടുത്ത് തളർന്നു പോകാതെ അവൻ പ്രത്യാശയോടെ അവൻ മുന്നോട്ട് പോയി. അവൻ സ്നേഹത്തിൽ നടന്നു, സ്നേഹത്തിൽ ആഴപ്പെട്ടു. ശത്രുക്കളായിരുന്നവർ പോലും അവനടുത്ത് വന്നിട്ട് പറഞ്ഞു, പ്ലീസ് ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, കർത്താവ് നിന്നോടൊപ്പമുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി, നീ അതുപോലെ അനുഗ്രഹീതനായിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ശബ്ദം കേട്ട് അതിനനുസൃതമായി നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി പ്രത്യാശയോടെ മുന്നേറുമ്പോൾ പരാതികളും പരിഭവങ്ങളും വിട്ടുകളഞ്ഞ് സ്നേഹത്തിൽ
നമ്മൾ ആഴപ്പെടുമ്പോൾ ഇസഹാക്കിന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച അതേ കർത്താവ് നിന്റെ ജീവിതത്തിലും അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നിന്റെ ജീവിതത്തിലും തൻ്റെ സമ്പന്നത കൊണ്ട് നിറയ്ക്കും. നിന്റെ ജീവിതത്തെയും കരം പിടിച്ച് നയിക്കും. ദ്രോഹിക്കപ്പെടുമ്പോൾ നിരാശിതരാകരുത്. സഹോദര സഹോദരി, ഹൃദയത്തിന്റെ സകല ഭാരങ്ങളും, നാളിതുവരെ മനസ്സിനേറ്റ എല്ലാ മുറിവുകളും, എന്നോട് ഇങ്ങനെ ചെയ്തില്ലേ, എന്നോട് ഇപ്രകാരം പറഞ്ഞില്ലേ, എന്നോട് ഇപ്രകാരം പ്രവർത്തിച്ചില്ലേ, ഇതെല്ലാം വിട്ടുകളയുക. ഇതുപോലെ തകർക്കപ്പെട്ട് കഴിയുന്ന അനേക മനുഷ്യരുണ്ട്. ഇസഹാക്കിന്റെ ജീവിതത്തിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടെ നോക്കാം. അവൻ ഇതുപോലെ ദ്രോഹിക്കപ്പെട്ടപ്പോൾ അവൻ അവിടെ നിന്ന് മാറിപ്പോവുകയാണ്. ഈ വിധം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ അനുഗ്രഹത്തിന്റെ നദി നിറഞ്ഞൊഴുകും, കൃപയുടെ നദി നിറഞ്ഞൊഴുകും, ദൈവസ്നേഹത്തിന്റെ നദി നിറഞ്ഞൊഴുകും, അത്ഭുതത്തിന്റെ നദി നിറഞ്ഞൊഴുകും. നമുക്കിതിൽ വിശ്വസിക്കാം. പ്രിയപ്പെട്ടവരെ, കർത്താവ് മാത്രമാണ് നമ്മുടെ നന്മ. ആ നന്മയെ മാത്രം മുന്നിൽ കണ്ട് ഈ ലോകത്തിൽ ജീവിക്കാം. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും കുടുംബത്തിന്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. ജീവനേകും ദിവ്യകാരുണ്യം യേശുവേ നീയല്ലയോ. ജീവനേകും പരമപരിശുദ്ധനായ കർത്താവേ, ഏറെ ആനന്ദത്തോടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുകയാണ്. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ പഠിപ്പിച്ചു. ദ്രോഹിക്കപ്പെടുമ്പോൾ നിരാശിതരാകരുത്. നമ്മൾ അനേകർ പലവിധ വേദനകളാൽ നൊമ്പരങ്ങളുള്ളവരാണ്. നമ്മുടെ നേരെ വരുന്ന ഓരോ ദ്രോഹവും കൃപയായി സ്വീകരിക്കുവാനുള്ള ആത്മനിറവ് നൽകി പതിനായിരങ്ങളെ ഈ ആരാധന ശുശ്രൂഷയുടെ കർത്താവ് അനുഗ്രഹിക്കുന്ന സമയം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ മനസ്സിന്റെ നൊമ്പരങ്ങൾ, നാളിതുവരെ ഞങ്ങളുടെ മനസ്സിനേറ്റ മുറിവുകൾ, ഞങ്ങളുടെ ഹൃദയത്തിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന ദുഃഖങ്ങൾ, മനോഭാരങ്ങളെല്ലാം എടുത്തുമാറ്റി സ്വർഗത്തിന്റെ ആനന്ദം കൊണ്ട് പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രത്യാശയാൽ ഞങ്ങളെല്ലാം പൂരിതമാക്കണമേ. കരങ്ങൾ ഉയർത്തി യേശുനാമം വിളിച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ആത്മാവിനെ അയക്കണമേ, നരതാരിതാ ഒരുങ്ങി. ആത്മാവിനെ അയക്കണമേ, നരതാരിതാ ഒരുങ്ങി. ഞങ്ങളുടെ ദുഃഖങ്ങളിലേക്ക് കടന്നു വരണമേ, ആശ്വാസം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ അനുഗ്രഹിക്കണമേ, ഭാര്യ-ഭർത്തൃ ബന്ധത്തെ അനുഗ്രഹിക്കണമേ. സമസ്ത മേഖലകളിലേക്കും ദൈവാനുഗ്രഹത്തിന് അഭിഷേകം ഒഴുകട്ടെ. യേശു നമ്മെ സ്പർശിക്കുന്ന സമയം ഹൃദയം നുറുങ്ങി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോ. കർത്താവെ, പ്രവർത്തിച്ചതിനായി, ഞങ്ങളുടെ ദുഃഖങ്ങൾ എടുത്തു മാറ്റിയതിനായി, ഞങ്ങളുടെ മനസ്സിന്റെ മുറിവുകളെ സൗഖ്യമാക്കിയതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു, നന്ദിയോടെ സ്തുതിക്കുന്നു. ദ്രോഹങ്ങളിൽ കർത്താവെ ആത്മധൈര്യത്തോടെ മുന്നേറുവാനുള്ള അഭിഷേക നിറവ് തന്ന് ഞങ്ങൾ അനുഗ്രഹിച്ചതിനായി അങ്ങേ വാഴ്ത്തുന്നു. താങ്ക് യു, താങ്ക് യു ജീസസ്. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. അടുത്ത ആഴ്ചയിൽ ദൈവവചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് വിലപ്പെട്ടത് വിലയേറിയതായി സൂക്ഷിക്കുക. ഈ ശുശ്രൂഷയ്ക്കായി പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്കെല്ലാവർക്കും കടന്നു വരാം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ